എനിക്ക് പരാതി നൽകി 1 മാസം കഴിഞ്ഞപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്നും എനിക്കൊരു മറുപടി ലഭിച്ചു. താങ്കളുടെ പരാതി റിപ്പോർട്ടിനായി കമ്പനീസ് റീജിയണൽ ഡയറക്ടർക്ക് കൈമാറിയെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ 1 മാസം കൂടെ പോയിട്ടും ഒരു ആക്ഷന് സ്പീഡില്ല. ഇതങ്ങനെ അങ്ങനെ സ്ലോലി പോകേണ്ട ഒരു കേസല്ലല്ലോ. ഒരു പക്ഷേ അവരുടേതായ പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും എടുത്തത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പീഡി ഒരു ഇത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസംബർ മാസം 13-ാം തീയതി കോടതിയെ റിട്ട് സമർപ്പിച്ചു. ഈ കേസിൽ അന്വേഷണം SFIO അന്വേഷണം ആവശ്യപ്പെട്ട് റിട്ട് സമർപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സ്പീഡായിരുന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഇവർക്ക് രണ്ടുപേർക്കും വിശദീകരണം ചോദിച്ചു. CMRലും KSIDCയിലും വിശദീകരണം ചോദിച്ചുകൊണ്ട് ROC കത്ത് കൊടുത്തു. അതിൻ്റെ കോപ്പി എനിക്ക് വന്നു. അതിനുശേഷം അവരുടെ റിപ്ലൈ അവർ ഫയൽ ചെയ്തു. ആ റിപ്ലൈ എനിക്ക് ROC അപ്പം തന്നെ അവരുടെ റിപ്ലൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു. അതിനുശേഷം കോടതിയിൽ കേസ് വന്നപ്പോൾ വരുന്നതിന് തൊട്ട് മുമ്പ് അവർ 210 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് 210 അനുസരിച്ചുള്ള എൻക്വയറി, അതായത് കമ്പനിയിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ച് അന്വേഷിക്കുന്ന സെക്ഷൻസ് ഉൾപ്പെടുന്നതാണ് 210. അത് പ്രകാരവും കുറ്റങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ കറപ്ഷൻ, അഴിമതി, ആരൊക്കെ കാശ് വാങ്ങി, അതിൻ്റെ പുറകിൽ മണല്, കേരളത്തിൻ്റെ ധാതുമതൽ എത്രമാത്രം ഒട്ടിച്ചു, അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒഫൻസുകൾക്ക് നേരെ 210 ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 212 തന്നെ വേണം എന്നാവശ്യപ്പെട്ടു. KSIDC സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. 25 ലക്ഷം രൂപ മുടക്കിയാണ് അദ്ദേഹത്തിന് ഇവിടെ വന്നത്. CMRൽ കൊണ്ടുവന്നത് മുൻ അഡ്വക്കേറ്റ് ജനറലായ വ്യക്തിയാണ്, തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറലായിരുന്ന വ്യക്തിയാണ്. അത് അവരൊക്കെ വന്നു. എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സമയത്ത് എന്നോട് എൻ്റെ അഭിഭാഷകൻ ചോദിച്ചു, ഷോണേ, ഇന്ത്യയിലെ തന്നെ 5 അഭിഭാഷകരിൽ ഒരാളാണ് വരുന്നത്, നമുക്കൊരു സീനിയർ എൻഗേജ്മെൻറ്റ് വേണ്ടേ? ഞാൻ പറഞ്ഞു, ഈ കേസിൽ എൻ്റെ അഭിഭാഷകൻ ഇതാണ്, മറ്റൊരു അഭിഭാഷകൻ എനിക്കില്ല എന്ന് തന്നെ എനിക്കറിയാം. എനിക്ക് എൻ്റെ അഭിഭാഷകനിലുള്ള കോൺഫിഡൻസ് അത്ര വലുത്. കാരണം ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റിൽ അത്രയും എക്സ്പേർട്ടായ അഭിഭാഷകനാണ്. പിന്നെ കോടതിന് മുമ്പിൽ സീനിയർ വരുമ്പോൾ ഒരു ഇതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കുറവുള്ള മനുഷ്യരൊന്നുമല്ല. എങ്കിൽ പോലും സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ, സീനിയർ അഭിഭാഷകർ വരുമ്പോൾ അതിൻ്റേതായ ഗൗരവം കോടതിയിൽ കൂടുമെന്നുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അതിന് ശേഷം ROCയുടെ റിപ്പോർട്ടിൽ, ഇപ്പോൾ വിവാദത്തിലേക്ക് വരുന്നത് ROCയുടെ റിപ്പോർട്ടിലാണ്. ROCയുടെ റിപ്പോർട്ടിൽ 210 എൻക്വയറി വരുന്നതിനോടൊപ്പം തന്നെ ROCയുടെ റിപ്പോർട്ടിൽ സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈംസ്, കമ്പനീസ് ആക്ട് അനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കോർപ്പറേറ്റ് ഫ്രോഡിനെ SFIO അന്വേഷിക്കണമെന്നാണ് 2013 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നിയമം. അങ്ങനെ 447 ഉണ്ടെങ്കിൽ SFIO ഇല്ലാതെ പറ്റില്ല എന്നുള്ള എൻ്റെ കോടതിയിലെ വാദം ശരിയാണെന്ന് 100% മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കോടതി ഓർഡർ ചെയ്യും എന്നുള്ള സാഹചര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആയിരിക്കും. മാത്രമല്ല, ഇതിൽ കൂടുതൽ അന്ന് ഹൈക്കോടതിയുടെ അഭിഭാഷകൻ, ഹൈക്കോടതിയിൽ SFIO പ്രതികരിച്ച ഗവൺമെൻറ് അഭിഭാഷകൻ, അദ്ദേഹം ചോദിച്ചത്, ദിസ് 210 ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, SFIO സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ 2 ആഴ്ച സമയമാണ് അവർ ചോദിച്ചത്. അപ്പം അവർക്കും പഠിക്കാൻ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇതൊരു ചെറിയ കേസല്ല, ഇതൊരു പൊളിറ്റിക്കൽ കേസാണ്, വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാത്ത, അല്ലെങ്കിൽ 100% ഉറപ്പില്ലാത്ത എടുത്തിയാടി ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ കഴിയില്ല. കാരണം എന്നാ പറഞ്ഞാലും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്ന ഒരു നാട്ടിലോട്ടാണ് ഇത്തരത്തിലൊരു കേസുമായിട്ട് വരുമ്പോൾ. അപ്പോൾ അതിനകത്ത് തെളിവുകളുടെ ഉറപ്പൊക്കെ വരുത്തിയതിന് ശേഷമാണ് അവർ ഓർഡർ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം.